ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീവിദ്യാസ് തുണിക്കാഴ്ച എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി ക്രാഫ്റ്റാണ്. അതിന് പെയിൻ്റ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അതിനാവശ്യം ഒരു A4 പേപ്പറാണ്. പിന്നെ നമ്മൾക്ക് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന കാപ്പിപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യം പശയാണ്. പിന്നെ ടിഷ്യൂ പേപ്പർ. പിന്നെ ഒരു പെയിന്റ് ബ്രഷ്. പിന്നെ കുറച്ച് വെള്ളം. പിന്നെ അത് ഇളക്കാനായിട്ടുള്ളൊരു പാത്രം. ഇനി നമുക്ക് വീഡിയോയ്ക്ക് ഇടക്കാം. ആദ്യം കുറച്ച് കാപ്പിപ്പൊടി ആ ഇളക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് തുള്ളി വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച A4 പേപ്പർ അതിൻ്റെ നടു മടക്കി അത് വെട്ടിയെടുക്കുക. അതിൻ്റെ ആ വരയിൽ കൂടെ തന്നെ വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തുണ്ട്. അതിൻ്റെ ഒരു പീസാണ് നമുക്ക് ആവശ്യം. മറ്റേ പീസ് നമുക്ക് എടുത്തേക്കാം. ഇനി നമുക്കത് ചെറിയ പീസുകളാണ് ആക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ കാപ്പിപ്പൊടിയുടെ പെയിന്റ് എടുത്ത് അതിലേക്ക് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കാണ്. പിന്നെ വിട്ടുപോയ ഭാഗത്തൊക്കെ നന്നായി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തരിയൊക്കെ നമ്മൾ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ തുടച്ചിട്ടുണ്ട്. ഇനി വേറെ A4 പേപ്പർ എടുത്ത് അതിൻ്റെ നടുമടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് നമ്മൾ പശ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം എടുത്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുക്കിലും പശ തേച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അത് എടുത്ത് ഒട്ടിച്ചെടുക്കുക. നന്നായി അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക് എഴുതാം. ഞാൻ ഇപ്പോൾ ഒരു CD
CD മാർക്കർ പെൻ കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ എഴുതാം. നിങ്ങൾക്ക് പല പല രൂപങ്ങൾ വരയ്ക്കാം. എഴുതൽ മാത്രമല്ല വേറെ എന്തെങ്കിലും വരയ്ക്കാം, അങ്ങനത്തെ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത് വർക്ക് ഹാർഡ് ഡ്രീം ബിഗ് എന്നാണ്. നിങ്ങൾക്ക് മാർക്കർ കൊണ്ട് എഴുതണമെന്നില്ല. സ്കെച്ച് പെൻ അങ്ങനെ ഇങ്ങനത്തെ പെൻസിൽ കൊണ്ടൊക്കെ എഴുതി നല്ല വൃത്തിയിലാക്കാം. പിന്നെ നമ്മൾ നേരത്തെ വെച്ച പെയിന്റ്, കാപ്പിപ്പൊടിയുടെ പെയിന്റ് കൊണ്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറം ഭാഗത്തൊന്ന് കൊടുക്കാം. അതിന് മുമ്പ് നമുക്കൊരു സ്റ്റാർ ഷേപ്പ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതാ കൊടുക്കാണ് അങ്ങനെ. ഇപ്പോൾ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് വെക്ക്. ഇതിൻ്റെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയ്ക്ക് കാണാം.